ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാരിങ്സിനെ കുറിച്ചാണ്. ഓക്കെ, സോ ലാരിങ്സിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം അതിൻ്റെ എംബ്രിയോളജി പറയണം. ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് നമ്മൾ അറിയണം അല്ലേ. അപ്പം 4-6 ബ്രങ്കിയൽ ആർച്ചസിൽ നിന്നാണ് ഈ ലാരിങ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, ഈ 4th ബ്രാങ്കിയൽ ആർച്ചസിൻ്റെ ഹലോ എവ്രി വൺ. അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലാരിങ്സിൻ്റെ അനാട്ടമിയാണ്. അപ്പോൾ ആദ്യം ലാരിങ്സിൻ്റെ എംബ്രിയോളജിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ലാരിങ്സ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നത് 4th and 6th ബ്രങ്കിയൽ ആർച്ചസിൽ നിന്നാണ്. അപ്പോൾ ഓരോ ആർച്ചിനും അതിൻ്റേതായ കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു നെർവുണ്ട്. ഓക്കെ, ഈ 4th ബ്രങ്കിയൽ ആർച്ചിൻ്റെ നെർവാണ് സുപ്പീരിയർ ലാരിഞ്ചൽ നെർവ്. ആൻഡ് 6th ബ്രങ്കിയൽ ആർച്ചിൻ്റെ നെർവാണ് റെക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ്. സോ ഈ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവും റെക്കറൻറ്റ് ലാരിഞ്ചൽ നെർവുമാണ് ലാരിങ്സിന് സപ്ലൈ ചെയ്യുന്ന നെർവ്സ്. ബിക്കോസ് ലാരിങ്സ് ഉണ്ടായിരിക്കുന്നത് 4 6 ഓക്കെ, ഇനി എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ നമ്മൾ ലാരിങ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ എപ്പിഗ്ലോട്ടിസ് ഉണ്ടായിരിക്കുന്നത് ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ് എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ നിന്നാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? സോ എംബ്രിയോളജിയുടെ അത് ഇത്രേ പറയുന്നുള്ളൂ. 4-6 ബ്രങ്കിയൽ ആർച്ചിൽ നിന്നാണ് ലാരിങ്സ് ഉണ്ടായിരിക്കുന്നത്. അതിൽ 4ാമത്തേതിൻ്റെത് സുപ്പീരിയർ ലാരിഞ്ചൽ നെർവാണ്, 6ാമത്തേതിൻ്റെ റെക്കറൻറ്റ് ലാരിഞ്ചൽ നെർവാണ്. അതാണ് കറസ്പോണ്ടിങ് നെർവ് സപ്ലൈ. ഓക്കെ, സോ ലാരിങ്സൽ നെർവ് സപ്ലൈ, സുപ്പീരിയർ ലാരിഞ്ചൽ നെർവ് ആൻഡ് റെക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ്. ആൻഡ് എപ്പിഗ്ലോട്ടിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഫോം ഫ്രം ദി ഹൈപ്പോബ്രാങ്കിയൽ എമിനൻസ്. ഇത്രയേ ഉള്ളൂ എംബ്രിയോളജി. ഇനി നമുക്ക് എവിടെയാണ് ഈ ലാരിങ്സ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ നെക്ക്. നമ്മുടെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ടാണ് ലാരിങ്സ് വരുന്നത്, ബിറ്റ്വീൻ ദ ഹയോയിഡ് ബോൺ ആൻഡ് ദി ട്രക്കിയ. ട്രക്കിയ എന്ന് പറയുന്നത് സി ഷേപ്ഡ് കാർട്ടിലേജ് ആണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, അതുപോലെ ഹയോയിഡ് ബോൺ എന്ന് പറഞ്ഞൊരു ബോൺ ഉണ്ട്. ഈ പിക്ചറിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ഹയോയിഡ് ബോൺ ആൻഡ് ദ ട്രക്കിയൽ കാർട്ടിലേജസ്. അപ്പോൾ ഈ പറയുന്ന ട്രക്കിയയുടെയും ഹയോയിഡ് ബോണിൻ്റെയും ഇടയിലായിട്ടാണ് ആരിയ്ക്കുന്നത്? നമ്മുടെ ലാരിങ്സ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചർ ഇരിക്കുന്നത്. ആൻഡ് നമ്മൾ അതിൻ്റെ ബോൺ സെർവൈക്കൽ വെർട്ടിബ്രയുടെ ആ ലൊക്കേഷൻ വെച്ച് പറയുകയാണെങ്കിൽ C3 to C6 വെർട്ടിബ്രയുടെ ഫ്രണ്ടിലായിട്ടാണ് നമ്മുടെ ഈ ലാരിങ്സ് ഇരിക്കുന്നത്. ഹയോയിഡ് എന്ന് പറയുന്നത് അത് ലാരിങ്സിൻ്റെ പാർട്ടല്ല. ലാരിങ്സ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഇസ് ബിലോ ദി ഹയോയിഡ് ബോൺ. ഓക്കെ, അല്ലെങ്കിൽ ഹയോയിഡ് ബോൺ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എബവ് ദി ലാരിങ്സ്. ഇറ്റ് ഈസ് എ ബോർഡർ എന്ന് നമുക്ക് പറയാം ഓഫ് ദി ലാരിങ്സ്, അപ്പർ ബോർഡർ ഓഫ് ദി ലാരിങ്സ്. ഓക്കെ, ദിസ് ഈസ് എ എക്സ്റ്റെൻറ്റ് ഓഫ് ദി ലാരിങ്സ്. ഇനി നമുക്ക് ലാരിങ്സിൻ്റെ ഫ്രെയിം വർക്കിലേക്ക് വരാം. ലാരിങ്സിൻ്റെ ബേസിക് ഫ്രെയിം വർക്ക് എന്ന് നമ്മൾ ഇപ്പം എവിടെ പറഞ്ഞാലും ബോണ് കാർട്ടിലേജ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചർ ഫോം ചെയ്തിരിക്കുന്ന എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടായിട്ടാണ്. സോ കമ്മിങ് ടു ദി ലാരിങ്സ്, ഇതിൻ്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് 6 കാർട്ടിലേജുകൾ കൊണ്ടാണ്. 3 പെയർഡും 3 അൺപെയർഡുമാണ് ഈ 6 ഓക്കെ, അപ്പോൾ ഈ 3 അൺപെയർഡ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. 3 പെയർഡ് ഏതൊക്കെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അൺപെയർഡിന് ഞാൻ ടെക് എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂമോണിക് വെച്ചാണ് പഠിച്ചിരിക്കുന്നത്. ദറ്റ് ഈസ് തൈറോയിഡ്, എപ്പിഗ്ലോട്ടിസ് ആൻഡ് ക്രിക്കോയിഡ് കാർട്ടിലേജ്. ദീസ് ആർ ദി 3 കാർട്ടിലേജസ് വിച്ച് ആർ ദി അൺപെയർഡ് കാർട്ടിലേജസ്. ഇവർ പെയറായിട്ടല്ല നിൽക്കുന്നത്. തൈറോയിഡ്, എപ്പിഗ്ലോട്ടിസ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്. പെയർഡായിട്ട് നിൽക്കുന്ന 3 കാർട്ടിലേജസ് ആണ് അരറ്റനോയിഡ് കാർട്ടിലേജ്, കോണിക്കൽ കാർട്ടിലേജ് ആൻഡ് ക്യൂണിഫോം കാർട്ടിലേജ്. സോ ഈ പിക്ചേഴ്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞ കാർട്ടിലേജുകളെല്ലാം. ഓക്കെ, ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അൺപെയർഡ് കാർട്ടിലേജസിനെ കുറിച്ച് പഠിക്കാം. ഓൾറെഡി അൺപെയർഡ് കാർട്ടിലേജ് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തന്നു. തൈറോയിഡ്, ക്രിക്കോയിഡ് ആൻഡ് എപ്പിഗ്ലോട്ടിസ്, ദ ടെക് കാർട്ടിലേജസ്. ഓക്കെ, പിക്ചറിൽ വ്യക്തമായിട്ട് ഏറ്റവും മുകളിൽ എപ്പിഗ്ലോട്ടിസ് കാണാം. പിന്നീട് നമുക്ക് ബ്ലൂ കളറിൽ തൈറോയിഡ് കാർട്ടിലേജ്, പിന്നെ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ക്രിക്കോയിഡ് കാർട്ടിലേജും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തതാണ് ഈ ഓരോ കാർട്ടിലേജിനെ കുറിച്ചും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. ഓക്കെ, ആദ്യം തൈറോയിഡ് കാർട്ടിലേജിനെ കുറിച്ച് പഠിക്കാം. ഇവിടെ റൈറ്റ് സൈഡിലെ പിക്ചറിൽ എപ്പിഗ്ലോട്ടിസും കൂടെ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കണ്ട, തൈറോയിഡ് കാർട്ടിലേജ് മാത്രം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. തൈറോയിഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത് ആ പിക്ചർ തന്നെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന പോലെയാണ് അതിരിക്കുന്നത്. ആൻഡ് ദ ബുക്ക് ഈസ് ഓപ്പൺ പോസ്റ്റീരിയർലി, പുറകിലോട്ടാണ് അതിൻ്റെ ഓപ്പണിങ് വരുന്നത്. ഓക്കെ,
സോ ഇറ്റ് ഈസ് എൻ ഓപ്പൺ ബുക്ക് ലൈക്ക് കാർട്ടിലേജ് വിച്ച് ഈസ് ഓപ്പൺ പോസ്റ്റീരിയർലി. ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചറാണ് നമ്മുടെ ലാരിങ്സിൻ്റെ മേജറായിട്ടുള്ള ഫ്രെയിം വർക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭാഗം ആരാണ്? തൈറോയ്ഡ് കാർട്ടിലേജ് ആണ്. സോ ഇറ്റ് ഇസ് എ മേജർ കാർട്ടിലേജ് ഓഫ് ദി ലാരിങ്സ്. ഈ തൈറോയ്ഡ് കാർട്ടിലേജിന് പാർട്സുകളുണ്ട്. ഓക്കെ, ഇല പോലെ ഇരിക്കുന്ന ഭാഗത്തിന്, അതായത് രണ്ട് സൈഡിലും കാണുന്ന ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ലാമിന. ഇറ്റ് ഇസ് എ ലീഫ് ലൈക്ക് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ലാമിന നമ്മൾ പറയുന്നത്. ഇനി മുകളിലേക്ക് പൊങ്ങിയിരിക്കുന്ന രണ്ട് കൊമ്പ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ താഴോട്ടും രണ്ട് കൊമ്പ് കാണാൻ സാധിക്കും. മുകളിലോട്ടിരിക്കുന്ന രണ്ട് കൊമ്പുകളെയും പറയുന്ന പേരാണ് സുപ്പീരിയർ കോർണോ. താഴോട്ട് കാണുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഇൻഫീരിയർ കോർണോ. സോ ദീസ് ആർ ദി പാർട്സ് ഓഫ് ദി തൈറോയ്ഡ് കാർട്ടിലേജ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് തൈറോയ്ഡ് ആംഗിൾ എന്ന് പറയുന്ന സംഭവമാണ്. ഈ രണ്ട് ലാമിനെയും കൂടി ജോയിൻ ചെയ്യുന്ന സ്ഥലം കണ്ടോ, ആ സെൻറ്റർ, അവിടെ നമുക്കൊരു ആംഗിൾ നമുക്ക് കാണാൻ സാധിക്കും. സോ ദിസ് ആംഗിൾ ബിറ്റ്വീൻ ദീസ് ടു ലാമിനെ ഈസ് നോൺ ആസ് ദി തൈറോയ്ഡ് ആംഗിൾ. ഈ തൈറോയ്ഡ് ആംഗിളിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഫീമെയിൽസിനും മെയിൽസിനും സെപ്പറേറ്റ് ആയിരിക്കും ഇതിൻ്റെ ആംഗുലേഷൻ. അപ്പം ഫീമെയിൽസിൽ 120 ഡിഗ്രി ആയിരിക്കും, കുറച്ച് ഒബ്ക്യൂസ് ആയിട്ടായിരിക്കും ഇതിരിക്കുന്നത്. അതേസമയം ആണുങ്ങളിൽ ഇതൊരു 90 ഡിഗ്രിയിലായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രോമിനൻസ് ആയിട്ട് നമുക്ക് ഈ തൈറോയ്ഡ് ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. സോ അതാണ് നമ്മുടെ മെയിൽസിൽ കാണുന്ന ആഡംസ് ആപ്പിൾ എന്ന് പറയുന്ന സ്ട്രക്ചർ. സോ ഇതാണ് നമ്മുടെ തൈറോയ്ഡ് കാർട്ടിലേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ. തൈറോയ്ഡ് കാർട്ടിലേജിൻ്റെ ഷേപ്പ്, ഇറ്റ് ഈസ് എൻ ഓപ്പൺ ബുക്ക് ലൈക്ക് സ്ട്രക്ചർ വിച്ച് ഇസ് ഓപ്പൺ posteriorly and it has 2 laminas, 2 superior cornu and 2 inferior cornu, and it has a thyroid angle, and the angle, this angle is actually the angle between the 2 laminas of the thyroid cartilage. And in females it is 120 degree which is obtuse, and in males it is 90 degree which is acute, which is forming a prominence of the thyroid angle called as Adam's apple. പെണ്ണുങ്ങളിൽ ആഡംസ് ആപ്പിൾ ഇല്ല. ഓക്കെ, ക്ലിയർ? സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ക്രിക്കോയ്ഡ് കാർട്ടിലേജിനെ കുറിച്ചാണ്. ക്രിക്കോയ്ഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് റിംഗ് ലൈക്ക് കാർട്ടിലേജ് ആണ്. അതായത് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോതിരം പോലെ ഇരിക്കുന്ന ഒരു കാർട്ടിലേജാണ് ക്രിക്കോയ്ഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത്. സോ നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ നമ്മൾ സി ഷേപ്ഡ് കാർട്ടിലേജസ് എന്ന് കേട്ടിട്ടുണ്ട്. അതേതാണ്? ട്രക്കിയ. സോ സി ഷേപ്ഡ് കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ അതൊരു കംപ്ലീറ്റ് റിംഗ് ആയിട്ടില്ല, അല്ലേ? സി എന്ന് പറയുമ്പോൾ അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. സോ അതുപോലെ തന്നെ ട്രക്കിയ ഇസ് എൻ ഇൻകംപ്ലീറ്റ് കാർട്ടിലേജ്, സി ഷേപ്പ് കാർട്ടിലേജ്. പക്ഷേ ക്രിക്കോയ്ഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓൺലി കാർട്ടിലേജ് ഇൻ ദ റെസ്പിറേറ്ററി ട്രാക്ട് വിത്ത് എ കംപ്ലീറ്റ് റിംഗ് ലൈക്ക് സ്ട്രക്ചർ. കംപ്ലീറ്റ് റിംഗ് എന്ന് പറയുമ്പം എങ്ങനെയാണ് ഈ റിംഗ് ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു ആണുങ്ങൾ ഇടുന്ന മോതിരങ്ങൾ കണ്ടിട്ടില്ലേ, വിരലിലിടുന്നത്. സോ അത് ഒരു ഭാഗം അതിൻ്റെ ബ്രോഡായിരിക്കും, ഒരു ഭാഗത്തിന് കുറച്ച് തിക്നെസ് അല്ലെങ്കിൽ ഒരു വിത്ത് അല്ലെങ്കിൽ എല്ലാം കൂടുതലായിരിക്കും, മറ്റേ ഭാഗത്തിന് ഒരു ആർച്ച് പോലെ ആയിരിക്കും ഇതിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ക്രിക്കോയ്ഡ് കാർട്ടിലേജിൻ്റെ ബേസിക് ഷേപ്പ്. ഈ ബ്രോഡായിരിക്കുന്ന ഭാഗത്തിന് പറയുന്ന പേരാണ് ലാമിന. ആ ബ്രോഡ് ഭാഗം പോസ്റ്റീരിയർലി ആയിരിക്കും നമ്മുടെ ക്രിക്കോയ്ഡ് കാർട്ടിലേജിൻ്റേത്. ആൻറ്റീരിയർലി ഇരിക്കുന്ന തിൻ ഭാഗത്തിന് പറയുന്ന പേരാണ് ആർച്ച്. ഇതുകൂടാതെ ക്രിക്കോയ്ഡ് കാർട്ടിലേജിന് മറ്റ് ഫീച്ചേഴ്സ്, അതായത് ഫേസിറ്റ്സുകളുണ്ട്. ഫേസിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കാർട്ടിലേജുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റിലിരിക്കുന്ന ഒരു ഏരിയ. അതാണ് ഒന്ന് അരിറ്റിനോയിഡ് കാർട്ടിലേജിന് വേണ്ടിയിട്ടുള്ളതും ഒന്ന് തൈറോയിഡ് കാർട്ടിലേജിന് വേണ്ടിയിട്ടുള്ളതും. ഓക്കെ, നെക്സ്റ്റ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്ന ലീഫ് ലൈക്ക് കാർട്ടിലേജിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു സോഫ്റ്റ് ഇലാസ്റ്റിക് കാർട്ടിലേജാണ് ഈ നമ്മളുടെ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എൻ ഇലാസ്റ്റിക് കാർട്ടിലേജ്. ഇനി എവിടെയാണ് ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തൈറോയിഡ് കാർട്ടിലേജിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ അതിൻ്റെ ലാമിനയുടെ നടുക്ക്, ദാറ്റ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് ദ തൈറോയിഡ് കാർട്ടിലേജ്, അവിടെയാണ് നമ്മളുടെ എപ്പിഗ്ലോട്ടിസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ വോക്കൽ കോഡ്സ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്, നമുക്കറിയാം നമ്മുടെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന സ്ട്രക്ചേഴ്സാണ്. സോ അതും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ തൈറോയിഡ് കാർട്ടിലേജിലേക്കാണ്. എന്നിട്ട് തൈറോയിഡ് കാർട്ടിലേജിൻ്റെ മിഡ് പോയിൻറ്റിലേക്കാണ് ഇത് രണ്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സോ ഇതിന് മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എപ്പിഗ്ലോട്ടിസിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കവേഴ്സ് ദി ഗ്ലോട്ടസ് ആൻഡ് ദി വോക്കൽ കോഡ്സ്. നമ്മുടെ വോക്കൽ കോഡിനെയും ഗ്ലോട്ടസിനെയും കവർ ചെയ്യാൻ സഹായിക്കും. ആൻഡ് പ്രിവെൻറ്റ്സ് ആസ്പിറേഷൻ. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഫുഡൊന്നും പോകത്തില്ല. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്. ഓക്കെ, സോ അതാണ് എപ്പിഗ്ലോട്ടിസിൻ്റെ പ്രത്യേകത. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഓസിഫൈ വിത്ത് ഏജ്. ഇലാസ്റ്റിക് കാർട്ടിലേജുകളുടെ പ്രത്യേകതയാണ് പ്രായം കൂടുന്തോറും ഇത് ഓസിഫൈ ആവത്തില്ല, ബോൺ അതിനകത്തേക്ക് ഡെപ്പോസിറ്റ് ആവുകയൊന്നും ചെയ്യത്തില്ല. ആൻഡ്
എപ്പിഗ്ലോട്ടിസിൻ്റെ മറ്റൊരു മനോഹരമായ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി ഹയോയിഡ് ബോണിൻ്റെ മുകളിലേക്ക്, അതായത് അങ്ങോട്ടേക്ക് ഇത് പൊന്തി പുറത്തേക്ക് വരും. ആൻഡ് അങ്ങനെ വരുന്നത് കൊണ്ട് തന്നെ ഇറ്റ് ഹാസ് എ ഫീച്ചർ ദാറ്റ് ഫാരിങ്സിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാൻ പറ്റും ബൈ ദിസ് എപ്പിഗ്ലോട്ടിസ്. എങ്ങനെ? സുപ്രാഹയോയിഡ് റീജിയൻ ആൻഡ് എൻ ഇൻഫ്രാഹയോയിഡ് പാർട്ട്. ഓക്കെ, സോ ദിസ് ഈസ് എ ഫീച്ചർ ഓഫ് എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ leaf-like elastic cartilage which is attached to the midpoint of the thyroid cartilage, and it covers the glottis and the vocal cords and prevents aspiration, and it will not ossify with age, and it will protrude through the hyoid bone and divides the pharynx into suprahyoid and infrahyoid parts. അതാണ് നമ്മുടെ എപ്പിഗ്ലോട്ടിസ്. അടുത്തതാണ് പെയേർഡ് ആയിട്ടുള്ള കാർട്ടിലേജസ്. അതിന് നമ്മൾ ഷോർട്ടായിട്ട് ACC എന്നാണ് പറഞ്ഞേക്കുന്നത്, അരിറ്റനോയിഡ് കോണിഫോം ആൻഡ് കോണിക്കൽ കാർട്ടിലേജസ്. സോ ഇവരെല്ലാം പെയേഴ്സാണ്, പെയേർഡ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ആദ്യം നമുക്ക് അരിറ്റനോയിഡ് കാർട്ടിലേജിലേക്ക് പോകാം. അരിറ്റനോയിഡ് കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ഒരു ഉരുളൻ കല്ല് പോലെ അല്ലെങ്കിൽ ഒരു ഷൂ പോലെ ഇരിക്കുന്ന പെയേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇതിനൊരു ബോഡി ഉണ്ട്, പിന്നെ 2 പ്രോസസ്സസ് ഉണ്ട്, ഒന്ന് മസ്കുലാർ പ്രോസസ്സും പിന്നെ വോക്കൽ പ്രോസസ്സും. ഇതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വോക്കൽ കോഡിൻ്റെ 1/3 പോസ്റ്റീരിയർ 1/3 ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് അരിറ്റനോയിഡ് കാർട്ടിലേജിൽ നിന്നാണ്. ആൻഡ് ഇറ്റ് ലൈസ് ഓഫ് ദ ക്രിക്കോയിഡ് കാർട്ടിലേജ് ആൻഡ് ഫോംസ് ദി ക്രിക്കോ അരിറ്റനോയിഡ് ജോയിൻറ്റ്. ബിക്കോസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്രിക്കോയിഡ് കാർട്ടിലേജ് പറഞ്ഞപ്പോൾ ഒരു ഫേസ് ഉണ്ട് ഫോർ ദി അരിറ്റനോയിഡ് കാർട്ടിലേജ് എന്ന്. അപ്പോൾ അതിവിടെ നമ്മൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. ഇറ്റ് ലൈസ് ഓഫ് ദ ക്രിക്കോയിഡ് കാർട്ടിലേജ് ആൻഡ് ഫോംസ് ദി ക്രിക്കോ അരിറ്റനോയിഡ് ജോയിൻറ്റ്. സോ ഇതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ അരിറ്റനോയിഡ് കാർട്ടിലേജ്. കണ്ടില്ലേ? അരിറ്റനോയിഡ് കാർട്ടിലേജ് ആണ് ഒരു ഷൂ ഷേപ്പിലിരിക്കുന്ന കാർട്ടിലേജ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് എ മസ്കുലാർ പ്രോസസ് ആൻഡ് വോക്കൽ പ്രോസസ്. ഓക്കെ, സോ മസ്കുലാർ പ്രോസസ്സ് മസിൽസിൻ്റെ അറ്റാച്ച്മെൻറ്റിനും വോക്കൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വോക്കൽ കോഡിൻ്റെ അറ്റാച്ച്മെൻറ്റിനും ഉള്ളതാണ്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന കോർണിക്കുലേറ്റ് അല്ലെങ്കിൽ ക്യൂണിഫോം കാർട്ടിലേജിനെ കുറിച്ചാണ്. കോർണിക്കുലേറ്റ് കാർട്ടിലേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ക്യൂണിഫോം കാർട്ടിലേജ് എന്ന് പറയുന്നത് ഇവർ ഒരു അരിമണി പോലത്തെ കാർട്ടിലേജാണ്, കുഞ്ഞു കാർട്ടിലേജാണ്, ഒരു അരിയുടെ മണിയുടെ അത്രയും സൈസുള്ള ചെറിയ കാർട്ടിലേജാണ്. ദീസ് ആർ റൂഡിമെൻ്ററി കാർട്ടിലേജസ് വിത്തൗട്ട് എനി സിഗ്നിഫിക്കൻറ്റ് ഫങ്ഷൻ. ഇത് പ്രത്യേകിച്ച് ഫങ്ഷൻസ് ഒന്നുമില്ല. ഇതിരിക്കുന്നത് അരിറ്റനോയിഡ് കാർട്ടിലേജിൻ്റെ മുകളിലാണ്. ഓക്കെ, സോ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇത് രണ്ടും ഇലാസ്റ്റിക് കാർട്ടിലേജാണ്. ഓക്കെ, ഇലാസ്റ്റിക് കാർട്ടിലേജ് പ്രത്യേകത എന്താണ്? ഏജ് കൂടുന്തോറും ഓസിഫൈ ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ല. ഓക്കെ, സോ ദിസ് ഈസ് ദി കോർണിക്കുലേറ്റ് ആൻഡ് ക്യൂണിഫോം കാർട്ടിലേജ്. നെക്സ്റ്റ് നമുക്ക് ജോയിൻറ്റ്സ് ഓഫ് ദി ലാരിങ്സിനെ കുറിച്ച് പഠിക്കാം. നമ്മൾ ഓൾറെഡി ഞാൻ ആ ജോയിൻറ്റ്സിനെ കുറിച്ച് ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ക്രിക്കോ അരിറ്റനോയിഡ് ജോയിൻറ്റ്, പിന്നെ ക്രിക്കോ തൈറോയിഡ് ജോയിൻറ്റ്. അതായത് ക്രിക്കോയിഡും അരിറ്റനോയിഡും തമ്മിലുള്ള ഒരു ജോയിൻറ്റും ക്രിക്കോയിഡും തൈറോയിഡ് കാർട്ടിലേജും തമ്മിലുള്ള ജോയിൻറ്റും. സോ അത് ഈ പിക്ചേഴ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യക്തമായി കാണാൻ സാധിക്കുന്നതാണ്. റെഡ് കളറിൽ ഇരിക്കുന്നതാണ് നമ്മുടെ ക്രിക്കോ തൈറോയിഡ് ജോയിൻറ്റും, മറ്റേത് അത് പച്ച കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ക്രിക്കോ അരിറ്റനോയിഡ് ജോയിൻറ്റും. ഇതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ക്രിക്കോ അരിറ്റനോയിഡ് ജോയിൻറ്റിനെ കുറിച്ച് പറയാം. സോ ലാരിങ്സിലെ പ്രിൻസിപ്പൽ ജോയിൻ്റ് ആണ് ഈ ക്രിക്കോ അരിറ്റനോയിഡ് എന്ന് പറയുന്നത്. ബിക്കോസ് ഇതാണ് അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ ഓഫ് വോക്കൽ കോഡിനെ സഹായിക്കുന്ന ജോയിൻറ്റ്. അതുകൊണ്ടാണ് ദിസ് ഇസ് ദി പ്രിൻസിപ്പൽ ജോയിൻറ്റ് ഓഫ് ദി ലാരിങ്സ്. ആൻഡ് ദിസ് ഇസ് ഫോൺ ബിറ്റ്വീൻ ദ ക്രിക്കോയിഡ് ആൻഡ് അരിറ്റനോയിഡ് കാർട്ടിലേജ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു സൈനോവിയൽ ജോയിൻ്റ് ആണ്. നമ്മൾ ENTയിൽ പഠിക്കുന്ന ഒട്ടുമിക്ക ജോയിൻസുകളും എന്താണ്? സൈനോവിയൽ ജോയിൻസ് ആണ്, മൂവ്മെൻറ്റ് സഹായിക്കുന്ന ജോയിൻസ് ആണ്. ആട്ടെ, ഇതിൻ്റെ ബേസിക് മൂവ്മെൻറ്റ് എങ്ങനെയാണ്? ഈ ജോയിൻറ്റുകൾ മൂവ് ചെയ്യുന്നത് 2 രീതിയിലാണ്. ഒന്ന് റൊട്ടേറ്ററി മൂവ്മെൻറ്റും ഉണ്ട്, പിന്നെ ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സും ഉണ്ട്. എനിവേയ്സ് ഈ റൊട്ടേറ്ററി മൂവ്മെൻറ്റും ഗ്ലൈഡിങ് മൂവ്മെൻറ്റും കാരണം അബ്ഡക്ഷനും അഡക്ഷനും ആരുടെ വോക്കൽ കോഡിന് സംഭവിക്കും. ഓക്കെ, വോക്കൽ കോഡിൻ്റെ അബ്ഡക്ഷൻ്റെയും അഡക്ഷൻ്റെയും കാരണം റൊട്ടേറ്ററി ആൻഡ് ഗ്ലൈഡിങ് മൂവ്മെൻറ്റ്സ് ഓഫ് ദി ക്രിക്കോ അരിറ്റനോയിഡ് ജോയിൻ്റ് ആണ്. ആൻഡ് ഒരു ഓട്ടോഇമ്മ്യൂൺ ഡിസീസ് അല്ലെങ്കിൽ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന അസുഖം. ഓക്കെ, ഈ അസുഖം വന്നു കഴിഞ്ഞാൽ ദർ ഇസ് ഫിക്സേഷൻ ഓഫ് ദി ജോയിൻറ്റ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ അബ്ഡക്ഷൻ ആൻഡ് അഡക്ഷൻ ഓഫ് ദി വോക്കൽ കോഡിനെ ഇത് സാരമായി ബാധിക്കും. സോ ദിസ് ക്യാൻ റിസൾട്ട് ഇൻ ഹോഴ്സ്നെസ് ഓഫ് വോയിസ്. സൗണ്ട് ഹോഴ്സായി മാറാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ഇൻ കേസ് ഓഫ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്രിക്കോ തൈറോയിഡ് ജോയിനെ കുറിച്ചാണ്.
ക്രിക്കോയിഡ് കാർട്ടിലേജിനെയും അതുപോലെ തൈറോയ്ഡ് കാർട്ടിലേജിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ജോയിൻ്റാണ് ക്രിക്കോതൈറോയിഡ് ജോയിൻ്റ് എന്ന് പറയുന്നത്. So it is a joint between the cricoid and thyroid cartilage. It is also a synovial joint. ഇതൊരു synovial joint ആണ് ആൻഡ് ഇതൊരു പിവറ്റ് ലൈക്ക് ജോയിൻ്റ് ആണ്. അതായത് ഇതിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് റൊട്ടേറ്ററി മൂവ്മെൻറ്റ് ആണ്. ഓക്കെ, സോ ക്രിക്കോതൈറോയിഡ് ജോയിൻറ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പിവറ്റ് ലൈക്ക് synovial joint between the cricoid and thyroid cartilage. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ്റ്റോളജിക്കൽ ടൈപ്സ് ഓഫ് ലാരിഞ്ചൽ കാർട്ടിലേജസ് ആണ്. അതായത് ഹിസ്റ്റോളജിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ലാരിങ്സിലെ കാർട്ടിലേജസിനെ നമുക്ക് ഇലാസ്റ്റിക് കാർട്ടിലേജ് എന്നും ഹൈലിൻ കാർട്ടിലേജ് എന്നും നമുക്ക് വിളിക്കാം. ഇലാസ്റ്റിക് കാർട്ടിലേജ് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എപ്പിഗ്ലോട്ടിസ് ഒരു ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണെന്നും കോർണിക്കുലേറ്റ് ആൻഡ് ക്യൂണിഫോം കാർട്ടിലേജ് ഇവ രണ്ടും ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണെന്നും, അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു ചെറുതായിട്ടൊരു കാര്യം കൂടെ ആഡ് ആക്കണം. ടിപ്പ് ഓഫ് ദി അരറ്റനോയിഡ് കാർട്ടിലേജ് ഓൾസോ ഇലാസ്റ്റിക് കാർട്ടിലേജ് ആണ്. പക്ഷേ ബാക്കി ഭാഗം അരറ്റനോയിഡ് കാർട്ടിലേജിൻ്റെത് എന്താണ്? ഹൈലിൻ കാർട്ടിലേജ് ആണ്. ഓക്കെ, സോ ഇലാസ്റ്റിക് കാർട്ടിലേജ് ഇതൊക്കെയാണ്: ക്യൂണിഫോം, കോർണിക്കുലേറ്റ്, എപ്പിഗ്ലോട്ടിസ് ആൻഡ് ദ ടിപ്പ് ഓഫ് ദി അരറ്റനോയിഡ് കാർട്ടിലേജ്. ഇനി അടുത്തത് ഹൈലിൻ കാർട്ടിലേജ് ആണ്. ഹൈലിൻ കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗം അരറ്റനോയിഡിൻ്റെ ഭാഗം, അതുപോലെ തന്നെ തൈറോയ്ഡ് കാർട്ടിലേജ്, ക്രിക്കോയിഡ് കാർട്ടിലേജ്, ഇതൊക്കെ എന്താണ്? ഹൈലിൻ കാർട്ടിലേജുകളാണ്. എന്താണ് ഈ ഇലാസ്റ്റിക് കാർട്ടിലേജും ഹൈലിൻ കാർട്ടിലേജും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ എന്താണ് ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഹൈലിൻ കാർട്ടിലേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഈ കാർട്ടിലേജ് ഓസിഫൈ ആവുകയും അത് ബോൺ പോലെ ആവുകയും അത് പിന്നീട് ഫ്രാക്ചർ ആവാനുള്ള ചാൻസും ഭയങ്കര കൂടുതലാണ്. അതേസമയം ഇലാസ്റ്റിക് കാർട്ടിലേജുകൾ ഓസിഫൈ ആവത്തില്ല. ഇതാണ് വ്യത്യാസം. ഇതാണ് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈലിൻ കാർട്ടിലേജ് ഓസിഫൈ ആകുന്നത് കൊണ്ട് ഇവ ഫ്രാക്ചർ ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഈ തൂങ്ങി മരണം, അല്ലേ, കഴുത്തിൽ ഞെക്കുന്ന മരണം, അങ്ങനെയൊക്കെ പല രീതിയിൽ ആൾക്കാർ മരിക്കുന്നത് കേട്ടിട്ടുണ്ടല്ലോ. സോ അങ്ങനെയുള്ള മരണത്തിൽ ഇവയുടെ ഫ്രാക്ചർ സംഭവിക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ദ ഹിസ്റ്റോളജിക്കൽ ടൈപ്സ് ഓഫ് ദി ലാരിഞ്ചൽ കാർട്ടിലേജസ്. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെംബ്രെയിൻസ് ഓഫ് ദി ലാരിങ്സിനെ കുറിച്ചാണ്. മെംബ്രെയിൻസ്, ചില ലിഗമെൻറ്റ് പോലെയുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട് നമ്മുടെ ലാരിങ്സിൽ. ആൻഡ് നമുക്കിവ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം: എക്സ്ട്രിൻസിക് മെംബ്രെയിൻ എന്നും ഇൻട്രിൻസിക് മെംബ്രെയിൻ എന്നും. ഈ എക്സ്ട്രിൻസിക് മെംബ്രെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പുറത്തുകൂടി കാണാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ എക്സ്ട്രിൻസിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഉള്ളിലൂടെ നമ്മൾ നോക്കിയാൽ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ എക്സ്ട്രിൻസിക് മെംബ്രെയിൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് തൈറോഹയോയിഡ് മെംബ്രെയിൻ ആൻഡ് ക്രിക്കോതൈറോയിഡ് മെംബ്രെയിൻ. ഇൻട്രിൻസിക് മെംബ്രെയിൻ്റെ എക്സാമ്പിൾസ് ആണ് ക്വാഡ്രാങ്കുലർ മെംബ്രെയിൻ ആൻഡ് ക്രിക്കോവോക്കൽ മെംബ്രെയിൻ. അപ്പോൾ ഇത്രയും മനസ്സിലായോ? അതായത് ഇത് നമുക്ക് നമ്മുടെ ലാരിങ്സിൽ മെംബ്രെയിൻസ് എന്ന് പറഞ്ഞ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അത് തന്നെ 2 ടൈപ്പായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം: എക്സ്ട്രിൻസിക് ആൻഡ് ഇൻട്രിൻസിക് മെംബ്രെയിൻസ്. എക്സ്ട്രിൻസിക് മെംബ്രെയിൻസിൻ്റെ എക്സാമ്പിൾസ് ആണ് തൈറോഹയോയിഡ് മെംബ്രെയിൻ ആൻഡ് ക്രിക്കോതൈറോയിഡ് മെംബ്രെയിൻ. ഇൻട്രിൻസിക് മെംബ്രെയിൻസിൻ്റെ എക്സാമ്പിളാണ് ക്വാഡ്രാങ്കുലർ മെംബ്രെയിൻ ആൻഡ് ക്രിക്കോവോക്കൽ മെംബ്രെയിൻ. നമുക്കിവയെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. തൈറോഹയോയിഡ് മെംബ്രെയിൻ എന്ന് പറയുമ്പോൾ തൈറോയ്ഡ് കാർട്ടിലേജിൻ്റെയും ഹയോയിഡ് ബോണിൻ്റെയും ഇടയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മെംബ്രെയിനാണ് തൈറോഹയോയിഡ് മെംബ്രെയിൻ. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ യു കെൻ സീ ദ തൈറോഹയോയിഡ് മെംബ്രെയിൻ. ഇതിനെ പിയേഴ്സ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവാണ്. ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ് ആക്ച്വലി അതൊരു സുപ്പീരിയർ ലാരിഞ്ചൽ നെർവിൻ്റെ ബ്രാഞ്ചാണ് ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ്. സുപ്പീരിയർ ലാരിഞ്ചൽ നെർവ് ഇസ് എ ബ്രാഞ്ച് ഓഫ് വേഗസ് നെർവ്. ഓക്കെ, അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നില്ല, ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവാണ് നമ്മളുടെ ഈ ഒരു മെംബ്രെയിനെ പിയേഴ്സ് ചെയ്യുന്നത്. ഇത് കൂടാണ്ട് മറ്റൊരു സാധനം കൂടെ തന്നെ പിയേഴ്സ് ചെയ്യുന്നുണ്ട്: സുപ്പീരിയർ ലാരിഞ്ചൽ വെസൽസ്. These two structures pierces the thyroid membrane. Another ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ലാരിഞ്ചോസീൽ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഹെർണിയേഷനാണ്. ലാരിങ്സ് ഇങ്ങനെ ഹെർണിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഈ തൈറോഹയോയിഡ് മെംബ്രെയിനായിട്ട് ഇങ്ങനെ അതിലൂടെ ഇങ്ങനെ ലാരിങ്സ് ഇങ്ങനെ പുറത്തേക്ക് വരും. അപ്പോൾ അത് ലാരിഞ്ചോസീൽ എന്ന് പറയാം. അതിനകത്ത് എയർ നിന്നിട്ടാണ് പുറത്തേക്ക് വരുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഇസ് കോൾഡ് ലാരിഞ്ചോസീൽ. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു കണ്ടീഷനാണ് ലാരിഞ്ചോസീൽ എന്ന് പറയുന്നത്. അടുത്തത് ഇഞ്ചക്ഷൻ ഓഫ് ദി ലോക്കൽ അനസ്തെറ്റിക്സ് ഇൻ ദിസ് ഏരിയ. അപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു ലോക്കൽ അനസ്തെറ്റിക്സ് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഏത് നെർവിനെ ആയിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്? ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവിനെ ആയിരിക്കും ബ്ലോക്ക് ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ലാരിങ്സിൽ എന്തെങ്കിലും ബയോപ്സി ചെയ്യുകയാണെങ്കിൽ, ലാരിഞ്ചിൽ ബയോപ്സി എടുക്കുന്ന സമയത്ത് പേഷ്യൻറ്റിന് വേദന എടുക്കാൻ സ്വാഭാവികമായും ചാൻസ് ഉണ്ട്. സോ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഇൻറ്റേർണൽ ലാരിഞ്ചൽ നെർവ് ബ്ലോക്ക് കൊടുക്കുക അറ്റ് ദിസ് ഏരിയ. സിമ്പിൾ. ഓക്കെ, ഇത് ബയോപ്സി എടുക്കുന്നത് എന്തിനാണ്? നമ്മൾ ലാരിഞ്ചൽ ക്യാൻസർ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ബയോപ്സി എടുത്ത് നോക്കുന്നത്. നെക്സ്റ്റ് മെംബ്രെയിനാണ് തൈറോയിഡ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ പേരിൽ തന്നെയുണ്ട്, ക്രിക്കോയിഡിനും തൈറോയിഡിനും ഇടയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കുന്ന, അതും പുറത്തുനിന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഇതുവരെ എക്സ്ട്രിൻസിക് മെംബ്രെയിൻസ് എന്ന് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ഏരിയയുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഇസ് എ സൈറ്റ് ഓഫ് ക്രിക്കോതൈറോയിഡെക്ടമി ഇൻ അക്യൂട്ട് എയർവേ ഒബ്സ്ട്രക്ഷൻ. അതായത് പെട്ടെന്ന് നമ്മുടെ എയർവേ ഒബ്സ്ട്രക്റ്റഡ് ആയെന്ന് വിചാരിക്കുക. ആ കണ്ടീഷനിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു എമർജൻസി ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ക്രിക്കോതൈറോയിഡെക്ടമി എന്ന് പറഞ്ഞ്. അതായത് നമ്മൾ ഈ ഒരു ഏരിയയിൽ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇൻസിഷൻ ഇട്ട് കൊടുക്കുക. ആൻഡ് അതുവഴി പേഷ്യൻറ്റിന് ശ്വാസം എടുക്കാൻ സാധിക്കുന്നു. ഈ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതിന് ഇതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളതാണ്. പക്ഷേ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട്, അതായത് ഈ പേഷ്യൻറ്റിനെ ഇൻറ്റുബേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ പേഷ്യൻറ്റിന് നമുക്ക് ട്രക്കിയോസ്റ്റമിയോ ചെയ്യാൻ സാധിക്കാത്ത ഒരു കണ്ടീഷൻ ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ക്രിക്കോതൈറോയിഡെക്ടമി എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഒരു 48 മണിക്കൂർ, ഒരു 24 to 48 hours കൂടുതൽ നമുക്ക് ഈ ഒരു വെയിലൂടെ എയർവേ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല. ഓക്കെ, അതിനുശേഷം നമുക്ക് മറ്റേതെങ്കിലും മെത്തേഡ്സിലേക്ക് നമുക്ക് കടക്കേണ്ടി വരും. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്രിക്കോതൈറോയിഡ് മെംബ്രെയിൻ. ക്രിക്കോതൈറോയിഡ് മെംബ്രെയിൻ ഇസ് സിറ്റുവേറ്റഡ് ഇൻ ബിറ്റ്വീൻ ദ ക്രിക്കോയിഡ് ആൻഡ് തൈറോയിഡ് കാർട്ടിലേജ്. ആൻഡ് നമുക്ക് ക്രിക്കോതൈറോയിഡെക്ടമി ചെയ്യാൻ സാധിക്കും. ക്രിക്കോതൈറോയിഡെക്ടമി ചെയ്ത് കഴിഞ്ഞാൽ ദ എയർവേ സപ്പോർട്ട് ക്യാൻ ബി ഗിവൺ ഓൺലി അപ് ടു 48 hours. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ഇൻട്രിൻസിക് മെംബ്രെയിൻസിലേക്ക് കിടക്കാം. ഉള്ളിലൂടെ നമ്മൾ നോക്കിയാൽ മാത്രം കാണാൻ സാധിക്കുന്ന മെംബ്രെയിൻസാണ് ക്രിക്കോവോക്കൽ ആൻഡ് ക്വാഡ്രാങ്കുലർ മെംബ്രെയിൻ. എന്താണ് ഈ ക്വാഡ്രാങ്കുലർ മെംബ്രെയിൻ? സോ ദിസ് ഈസ് ലൊക്കേറ്റഡ് ഇൻസൈഡ് ദ ലാരിങ്സ്. ഇറ്റ് ഫോംസ് ദി എപ്പിഗ്ലോട്ടിക് ഫോൾഡ് സുപ്പീരിയർലി ആൻഡ് ഫോൾസ് വോക്കൽ കോർഡ് ഇൻഫീരിയർ. അതായത് നമ്മളകത്തോടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്വാഡ്രാങ്കുലർ മെംബ്രെയിൻ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം എന്തുണ്ടാക്കും? എപ്പിഗ്ലോട്ടിക് ഫോൾഡ് ഉണ്ടാക്കും. താഴെയുള്ള ഭാഗം എന്തുണ്ടാക്കും? ഫോൾസ് വോക്കൽ കോർഡ് ഉണ്ടാക്കും. ഫോൾസ് വോക്കൽ കോർഡിന് ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സിഗ്നിഫിക്കൻറ്റ്. ഓക്കെ, സോ ട്രൂ വോക്കൽ കോർഡാണ് നമുക്ക് സംസാരിക്കാൻ, നമുക്ക് സൗണ്ടിനൊക്കെ സഹായിക്കുന്നത്. നമ്മുടെ ഫോൾസ് വോക്കൽ കോർഡ് ഹാസ് നോ സിഗ്നിഫിക്കൻറ്റ് ആക്ഷൻ എന്ന് പറയാം. ഓക്കെ, സോ ദിസ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദി ക്വാഡ്രാങ്കുലർ മെംബ്രെയിൻ. നെക്സ്റ്റ് വൺ ഈസ് എ ക്രിക്കോവോക്കൽ മെംബ്രെയിൻ. ക്രിക്കോവോക്കൽ മെംബ്രെയിന് മറ്റൊരു പേരും കൊണ്ടുണ്ട്, കോണസ് ഇലാസ്റ്റിക്കസ്. സോ ക്രിക്കോവോക്കൽ മെംബ്രെയിൻ ഈസ് ഓൾസോ നോൺ ആസ് കോണസ് ഇലാസ്റ്റിക്കസ്. എന്താണ് ഈ ക്രിക്കോവോക്കൽ മെംബ്രെയിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ഓൾസോ എൻ ഇൻട്രിൻസിക് കാർട്ടിലേജ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ക്രിക്കോയിഡിൽ നിന്നും വോക്കൽ കോഡ് വരെ പോകുന്ന ഒരു മെംബ്രെയിനാണ്. അതായത് ക്രിക്കോവോക്കൽ മെംബ്രെയിൻ പേരിൽ തന്നെയാണ്, ക്രിക്കോയിഡ് ടു വോക്കൽ കോഡിൽ പോകുന്ന ഒരു മെംബ്രെയിനാണ്. ആൻഡ് ഇതിൻ്റെ ഫ്രീ എഡ്ജസ് ആണ് എന്തുണ്ടാക്കുന്നത്? ട്രൂ വോക്കൽ കോഡ് ഉണ്ടാക്കുന്നത്. സോ ട്രൂ വോക്കൽ കോഡ് ഈസ് ഫോംഡ് ബൈ ദ ക്രിക്കോവോക്കൽ മെംബ്രെയിൻ ആൻഡ് ദ ഫോൾസ് വോക്കൽ കോഡ് ഈസ് ഫോംഡ് ബൈ ദി ക്വാഡ്രാങ്കുലർ മെംബ്രെയിൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി നമുക്ക് ലാരിങ്സ് നോക്കിക്കഴിഞ്ഞാൽ ദർ ആർ സം ഹിഡൻ സ്പേസസ്. ചില ഹിഡൻ സ്പേസസ് ഉണ്ട്. വൈ ഇറ്റ് ഈസ് കോൾഡ് ഹിഡൻ സ്പേസ്? നമുക്ക് നേരെ നോക്കിയാലൊന്നും കാണാൻ പറ്റില്ല. എപ്പോൾ നമുക്ക് കാണാൻ പറ്റും? ത്രൂ CT സ്കാൻ. നമ്മൾ CT സ്കാനിൽ കൂടെ മാത്രം കാണാൻ പറ്റുന്ന ചില സ്പെഷ്യൽ ഏരിയാസുകൾ നമ്മുടെ ലാരിങ്സിലുണ്ട്. അവരെയാണ് നമ്മൾ ഹിഡൻ സ്പേസസ് ഇൻ ലാരിങ്സ് എന്ന് പറയുന്നത്. ആൻഡ് രണ്ടെണ്ണമാണ് ബേസിക്കലി ഉള്ളത്, പ്രീ എപ്പിഗ്ലോട്ടിക് സ്പേസ് ആൻഡ് പാരാഗ്ലോട്ടിക് സ്പേസ്. ഓക്കെ, ഇവരെ നമ്മൾ മറ്റൊരു പേരിൽ കൂടെ പറയും, സ്പേസ് ഓഫ് ബോയർ ആൻഡ് സ്പേസ് ഓഫ് ടക്കർ. എന്താണ് സ്പേസ് ഓഫ് ബോയർ? അതായത് തൈറോയ്ഡ് കാർട്ടിലേജിൻ്റെയും എപ്പിഗ്ലോട്ടിസിൻ്റെയും ഇടയിലായിട്ടൊരു സ്പേസ് ഉണ്ട്. അതിനെയാണ് പ്രീ എപ്പിഗ്ലോട്ടിക് സ്പേസ് എന്ന് പറയുന്നത്. എന്താണ്? എപ്പിഗ്ലോട്ടിസിൻ്റെയും തൈറോയ്ഡ് കാർട്ടിലേജിൻ്റെയും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസ് നമുക്ക് നേരെ നോക്കിയാൽ കാണാൻ പറ്റത്തില്ല, ഓൺലി ത്രൂ CT സ്കാൻ നമുക്ക് കാണാൻ പറ്റും. സോ ദാറ്റ് സ്പേസ് ഇസ് കോൾഡ് സ്പേസ് ഓഫ് ബോയർ ഓർ സ്പേസ് ഓഫ് പ്രീ എപ്പിഗ്ലോട്ടിക് സ്പേസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ദ പാരാഗ്ലോട്ടിക് സ്പേസ് ഓർ ദ സ്പേസ് ഓഫ് ടക്കർ. ഇതെന്ന് പറയുന്നത് വോക്കൽ കോഡ്സിൻ്റെ സൈഡിൽ കാണുന്ന സ്പേസ് ആണ്. ഇത് നമുക്ക് CTയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. സോ ഈ ഏത് ഏരിയയിലും, അതായത് ഇഫ് ഇറ്റ് ഇസ് ഇൻ ദ പ്രീ എപ്പിഗ്ലോട്ടിക് സ്പേസ് ഓർ ഇൻ ദ പാരാഗ്ലോട്ടിക് സ്പേസ്, ഇവിടെ എവിടെയെങ്കിലും CO ലാരിങ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഉണ്ടെങ്കിൽ then we can say that patient T3 സ്റ്റേജ് ഓഫ് ക്യാൻസറിലാണ് ഇരിക്കുന്നത്. ഓക്കെ,
ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഇസ് ദ ലിംഫാറ്റിക് ഡ്രെയിനേജ്. ഒരുപാട് ലിംഫാറ്റിക്, നമ്മുടെ സെർവൈക്കൽ ലിംഫ് നോഡ്സിലോട്ടാണ് ബേസിക്കലി ഇതെല്ലാം ഡ്രെയിൻ ആവുന്നത്. നമുക്ക് ലിംഫാറ്റിക് ഡ്രെയിനേജിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമുക്ക് നമ്മുടെ ഗ്ലോട്ടിസ് അല്ല, നമ്മുടെ ലാരിങ്സിനെ 3ആയി ഡിവൈഡ് ചെയ്യാം. ഗ്ലോട്ടിസ്, സുപ്രാഗ്ലോട്ടിസ് ആൻഡ് എപ്പിഗ്ലോട്ടിസ്. അതായത് വോക്കൽ കോഡ് ഇരിക്കുന്ന ഭാഗത്തിനെ ഗ്ലോട്ടിസ് എന്നും, വോക്കൽ കോഡിന് മുകളിലുള്ള ഭാഗത്തിന് സുപ്രാഗ്ലോട്ടിസ് എന്നും, വോക്കൽ കോഡിന് താഴെയുള്ള ഭാഗത്തിന് സബ് ഗ്ലോട്ടിസ് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവരുടെ ഓരോരോ റീജിയൻസിലെയും ലിംഫാറ്റിക് ഡ്രെയിനേജ് എന്താണെന്ന് പഠിക്കാം. ഗ്ലോട്ടിസിന് ലിംഫാറ്റിക്സ് ഇല്ല. അതുകൊണ്ട് തന്നെ ഗ്ലോട്ടിസിൽ ഉണ്ടാവുന്ന ക്യാൻസർ എന്ന് പറയുന്നത് പ്യുവർ ഗ്ലോട്ടിസിൽ മാത്രമായി ഉണ്ടാവുന്ന ക്യാൻസർ ആണെങ്കിൽ ഇതിന് ലിംഫാറ്റിക് മെറ്റാസ്റ്റാസിസ് ഉണ്ടാവത്തില്ല. അപ്പം അതിന് നമുക്ക് ഗുഡ് പ്രോഗ്നോസിസ്, അതായത് ഈ അസുഖം പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് നല്ല ഫലിക്കുന്ന ഒരു ക്യാൻസറാണ് ഗ്ലോട്ടിസ് ക്യാൻസർ എന്ന് പറയുന്നത്. സുപ്രാഗ്ലോട്ടിസ് അതായത് ഗ്ലോട്ടിസിൻ്റെ മുകളിലുള്ള ഭാഗം എടുത്തു കഴിഞ്ഞാൽ ഇതിന് നല്ല ലിംഫാറ്റിക് ഡ്രെയിനേജ് ഉള്ള ഏരിയയാണ്. ഇത് ഡ്രെയിൻ ചെയ്യുന്നത് ലെവൽ 2 ആൻഡ് ലെവൽ 3 ലിംഫ് നോഡ്സിലോട്ടാണ് ഇത് ഡ്രെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെറ്റാസ്റ്റാസിസ് ടു ദി ലെവൽ 2 ആൻഡ് ലെവൽ 3 ലിംഫ് നോഡ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ലെവൽ 2 ലെവൽ 3 എന്ന് പറയുന്നത് അപ്പർ ജുഗുലാർ ആൻഡ് മിഡിൽ ജുഗുലാർ ലിംഫ് നോഡ്സ് ആണ്. സോ ഇവരിലേക്ക് മെറ്റാസ്റ്റാസിസ് എസ്പെഷ്യലി ഇൻ 30% ഓഫ് ദ കേസസിൽ നമുക്ക് ഈ ഒരു മെറ്റാസ്റ്റാസിസ് കാണാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ സബ്ഗ്ലോട്ടിസ് ആണ്. സബ്ഗ്ലോട്ടിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലോട്ടിക് ഏരിയയുടെ തൊട്ട് താഴെ കിടക്കുന്ന ഏരിയ. ഇത് ഡ്രെയിൻ ചെയ്യുന്നത് ലെവൽ 6 ലിംഫ് നോഡ്സ് ആണ്. ലെവൽ 6 ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾസോ നോൺ ആസ് പ്രീ ട്രക്കിൽ ലിംഫ് നോഡ്സ്, ആൻറ്റീരിയർ കമ്പാർട്ട്മെൻറ്റ് ലിംഫ് നോഡ്സ് ഓർ ഡെൽഫിയൻ ലിംഫ് നോഡ്സ്. സോ ഈ ഒരു ഏരിയയിലേക്കായിരിക്കും നമുക്ക് മെറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ലിംഫാറ്റിക്. സോ ലിംഫാറ്റിക് ഡ്രെയിനേജിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോട്ടിക് ക്യാൻസർ, പ്യുവർ ഗ്ലോട്ടിക് ക്യാൻസർ ആണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി മെറ്റ്സ്. സുപ്രാഗ്ലോട്ടിക്കും സബ്ഗ്ലോട്ടിക്കും ആണെങ്കിൽ മെറ്റാസ്റ്റാസിസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ദി ലാരിങ്സ് ആണ്. സോ മെജോറിറ്റി ഓഫ് ദി ലൈനിങ് എന്ന് പറയുന്നത് സീലിയേറ്റഡ് കൊളംനാർ എപ്പിത്തീലിയമാണ് നമ്മുടെ ലാരിങ്സിൻ്റേത്. ആൻഡ് ഈ സീലിയേറ്റഡ് കൊളംനാർ എപ്പിത്തീലിയം കാരണം അതിനൊരു പിങ്കിഷ് കളർ വരുന്നു. പക്ഷേ മെജോറിറ്റി മാത്രമാണല്ലോ ഈ പിങ്കിഷ് കളറുള്ള സീലിയേറ്റഡ് കൊളംനാർ എപ്പിത്തീലിയം. ബാക്കി വരുന്ന കുറച്ച് ഭാഗങ്ങൾ, ഫോർ എക്സാമ്പിൾ വോക്കൽ കോഡിനെ ലൈൻ ചെയ്യുന്നത് സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയമാണ്. ഇത് കാരണം അതിനൊരു വൈറ്റ് കളറാണ് ഉള്ളത്. ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് കെരാറ്റോസിസ് ലാരിങ്സ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനാണ്. അതെന്താണെന്ന് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നുണ്ട്. സോ മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ദി ലാരിങ്സ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഭാഗവും സീലിയേറ്റഡ് കൊളംനാർ എപ്പിത്തീലിയമാണ്, വിച്ച് വിൽ ഗിവ് ഇറ്റ് എ പിങ്കിഷ് കളർ. whereas the vocal cords are having stratified squamous epithelial lining which gives it a white color. Clinical significance of this is keratosis larynx. So എന്താണ് ഈ കെരട്ടോസിസ് ലാരിങ്സ്? കെരട്ടോസിസ് ലാരിങ്സ് എന്ന് പറയുന്ന ഒരു തരം ഡിസീസാണ് വിച്ച് ഇസ് സീൻ ഇൻ സ്മോക്കേഴ്സ്. പുക വലിക്കുന്ന ആളുകളാണ് കൂടുതൽ കാണുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം ഉണ്ടല്ലോ നമ്മുടെ വോക്കൽ കോഡ്സിനെ ലൈൻ ചെയ്യുന്നത്, അത് പെട്ടെന്ന് ഷെഡാവാനുള്ള കാരണം നിക്കോട്ടിൻ പ്രസൻറ്റ് ഇൻ ദി സ്മോക്കാണ്. അങ്ങനെ ഈ നിക്കോട്ടിൻ്റെ ഇറിറ്റേഷൻ കാരണം ഈ സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയം വോക്കൽ കോഡിലുള്ളവ ഗെറ്റ്സ് ഷെഡ്, അതങ്ങ് കൊഴിഞ്ഞു പോകും. അതാണ് വൈറ്റിഷ് കെരാറ്റിനസ് കോട്ടിംഗ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതൊരു പ്രീ മാലിഗ്നൻറ്റ് ലീഷനാണ്. അതായത് നമ്മുടെ മാലിഗ്നൻസിയിലേക്ക് പോകാനായിട്ട് ചാൻസ് ഉള്ള ഒരു ലീഷനാണ് ഈ കെരട്ടോസിസ് ലാരിങ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പോൾ ഇതുമായി വരുന്ന പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? പേഷ്യൻ്റ് ഒരു സ്മോക്കർ ആയിരിക്കും വിത്ത് ഡിസ്ഫോണിയ മീൻസ് ഹോഴ്സ്നെസ് ഓഫ് വോയിസ്, അല്ലെങ്കിൽ സംസാരിക്കുമ്പോഴത്തേക്കും ശരിയായിട്ടുള്ള സൗണ്ട് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നോക്കിയാൽ, നമ്മൾ എൻഡോസ്കോപ്പി നമ്മൾ ചെയ്ത് നോക്കിയാൽ വി ക്യാൻ സീ വൈറ്റിഷ് വോക്കൽ കോഡ്സ് വൈറ്റിഷ് കളറിലിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, മേജറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡീകോർട്ടിക്കേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഡീകോർട്ടിക്കേഷൻ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ടൈപ്പ് 1 കോർഡക്ടമി എന്ന് നമ്മൾ പറയും. അതായത് വോക്കൽ കോഡ്സിനെ ഇങ്ങനെ സ്ട്രിപ്പ് ചെയ്ത് കളയുക, അതായത് അതിനിങ്ങനെ ചുരണ്ടി കളയുക. ഓക്കെ, ഒരു തിൻ ലെയർ ഇങ്ങനെ നമ്മൾ അതിൻ്റെ മുകളിലുള്ളത് ഇങ്ങനെ എടുത്ത് റിമൂവ് ചെയ്യുകയും ബാക്കിയുള്ള ഭാഗം പിന്നീട് റീജനറേറ്റ് ചെയ്ത് വരികയും ചെയ്യുന്നതാണ് കാണുന്നത്. സോ ദിസ് ഈസ് എ ബേസിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡീകോർട്ടിക്കേഷനാണ്.
വേറെ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. അതാണ് കാർബൺ ഡയോക്സൈഡ് ലേസർ കോർഡക്ടമി എന്ന് പറയുന്ന മറ്റു ട്രീറ്റ്മെൻറ്റും ഉണ്ട്. ഇതിനൊപ്പം തന്നെ പേഷ്യൻറ്റിനോട് പറയണം സ്മോക്കിംഗ് നിർത്താൻ. അല്ലെങ്കിൽ ഇത് പ്രീമാലിഗ്നൻ്റ് ലീഷനാണ്, പിന്നീട് ക്യാൻസർ ഓഫ് ദി ലാരിങ്സ് ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. സോ ടെൽ ദ പേഷ്യൻറ്റ് ടു ക്വിറ്റ് ദി സ്മോക്കിംഗ്. സോ കെരാട്ടോസിസ് ലാരിങ്സ് എന്ന് പറയുന്നത് ഇതൊരു പ്രീമാലിഗ്നൻ്റ് ലീഷനാണ് സീൻ ഇൻ സ്മോക്കേഴ്സ്. അപ്പോൾ നമ്മുടെ ലാരിങ്സിനെ കുറിച്ചുള്ള ലെക്ചർ കഴിയുകയാണ്. ഇതിൻ്റെ അനാട്ടമി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ബേസിക്കലി. താങ്ക് യു.